കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം ഏത് സ്കന്ധമാണ് ആദ്യം വായിച്ചു തുടങ്ങേണ്ടത് എന്ന് ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം വായന തുടങ്ങാൻ ഏറ്റവും ഉചിതമായ ഭാഗം 1-ാം സ്കന്ധത്തിലെ 1-ാം അധ്യായം തന്നെയാണ്. ഒരു സാധാരണ പുസ്തകം വായിക്കുന്നത് പോലെ ആദ്യ പേജ് മുതൽ ക്രമമായി വായിച്ചു പോകുന്നതാണ് ഇതിന്റെ ആഴത്തിലുള്ള തത്വങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഉതകുന്നത്. തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ആരംഭം, അതായത് 1-ാം സ്കന്ധം. ഭാഗവതത്തിന്റെ അടിസ്ഥാനം 1-ാം സ്കന്ധത്തിലാണെന്ന് അറിയാമല്ലോ. ശൗനകാദി മുനികൾ സൂത പൗരാണികനോട് ചോദിക്കുന്ന 6 ചോദ്യങ്ങളിലൂടെയാണ് ഭഗവാന്റെ അവതാരങ്ങളെയും ഗുണങ്ങളെയും കുറിച്ചുള്ള ഈ ഗ്രന്ഥം വികസിക്കുന്നത്. ക്രമമായ വായനയാണ് വേണ്ടത്. പെട്ടെന്ന് 10-ാം സ്കന്ധത്തിലെ ശ്രീകൃഷ്ണ ലീലകൾ കഥകളിലേക്ക് കടക്കാതെ ആദ്യത്തെ 1 മുതൽ 9 വരെയുള്ള സ്കന്ധങ്ങൾ വായിച്ചു തുടങ്ങുന്നത് ഭഗവാന്റെ പരമമായ തത്വം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. ഭാഗവതം വായിക്കുന്നതിന് മുൻപ് കുളിച്ച് ശരീരശുദ്ധി വരുത്തുന്നത് ഉചിതമാണ്. വൃത്തിയുള്ള ശാന്തമായ ഒരിടത്തിരുന്ന് ഭാഗവതം വായന ആരംഭിക്കാം. തുടക്കം മുതൽക്ക് വായിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 9 സ്കന്ധങ്ങൾ വായിച്ച് പക്വത നേടിയ ശേഷം വേണം 10-ാം സ്കന്ധം വായിക്കാനായിട്ട്. നാം വെറുതെ ശ്ലോകങ്ങൾ വായിച്ചു പോകാണ്ട് അവയുടെ അർത്ഥങ്ങളും കൂടെ ഗ്രഹിച്ചു വേണം മുന്നോട്ട് പോവാന്. ഓരോ ശ്ലോകത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഗഹനമായ അർത്ഥങ്ങളാണവ. ഭഗവാന്റെ ഓരോ ലീലകളും പ്രകൃതിയുടെയും ജീവിതത്തിന്റെയും പ്രതീകങ്ങളാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഭാഗവതം വായനയ്ക്ക് ഒരു സമയക്രമം നിശ്ചയിക്കുന്നത് നല്ലതാണ്. ദിവസവും ഒരു പേജോ അല്ലെങ്കിൽ നിശ്ചിത ശ്ലോകങ്ങളോ കൃത്യമായി വായിക്കുന്നത് ശീലമാക്കുക. രാവിലെയും വൈകുന്നേരവും ഭാഗവതം വായനയ്ക്ക് അനുയോജ്യമാണ്. ഇനി സപ്താഹ വായന എന്തെന്ന് പറയാം. 7 ദിവസം കൊണ്ട് ഭാഗവതം പൂർണ്ണമായി വായിച്ചു തീർക്കുന്ന ഭാഗവത സപ്താഹം എന്ന രീതിയാണ് സപ്താഹ വായന. ഇതിലേക്കായിട്ട് ഓരോ ദിവസവും വായിക്കേണ്ട ഭാഗങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കാറുണ്ട്. ഉദാഹരണത്തിന് ആദ്യ ദിവസം 1-ാം സ്കന്ധം മുതൽ 3-ാം സ്കന്ധത്തിലെ 22-ാം അധ്യായം വരെ ഇപ്രകാരം നിശ്ചിത അധ്യായങ്ങൾ വായിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് ഒരു പുസ്തകം വായിക്കുന്നു എന്നതിലുപരി ഭഗവാനെ ഉപാസിക്കുന്നു എന്ന ഭാവത്തോടെ വായിക്കുകയാണെങ്കിൽ പൂർണ്ണമായ അറിവ് നേടാൻ സാധിക്കും. ഒപ്പം ഭഗവാന്റെ അനുഗ്രഹവും നേടാൻ സാധിക്കും. നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധയും ആദരവും ഭാഗവതം വായനയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രകാരം ഭാഗവതം വായന പ്രാർത്ഥനയോടെ തുടങ്ങുക. വായന ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഈ ശ്ലോകം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. ശ്ലോകം ഇപ്രകാരമാണ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്. നാരായണ ഭഗവാനെയും നരോത്തമനായ നരനെയും സരസ്വതി ദേവിയെയും വ്യാസഭഗവാനെയും വന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗവതം പാരായണം ചെയ്യുന്നു എന്നുള്ളതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ദിവസേനയുള്ള വായന, അതായത് ദിവസവും കുറച്ചു ഭാഗം വീതം ക്രമമായി വായിക്കുന്ന ശീലം ഭക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. പ്രകാരമാണ് നാം ഭാഗവതം വായിക്കേണ്ടത്. ഏവർക്കും ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.